ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്ഥിതിയുടെ അനുഭൂതി ചെയ്യുന്നതിനായുള്ള ഇന്നത്തെ വിഷയമാണ് സമ്പൂർണതയുടെ സമീപത. ഇന്നത്തെ അവ്യക്ത സൂചന: ബ്രഹ്മാബാബയോട് സ്നേഹമുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രഹ്മാബാബയ്ക്ക് സമാനം മാലാഖയാകൂ. സദാ തൻ്റെ പ്രകാശ മാലാഖ സ്വരൂപം എമർജ് ചെയ്യൂ. ഇപ്പോൾ ഈ ദേഹം ഉപേക്ഷിച്ച് മാലാഖ ശരീരത്തേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഉള്ള അനുഭൂതി ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സമ്പൂർണതയ്ക്ക് സമീപത്താണെന്ന്. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ഞാൻ സമ്പൂർണ്ണ ഫരിസ്തയായി തീർന്നോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ബാബ അതിൻ്റെ അടയാളം പറയുകയാണ്. ഈ ചോദ്യം ആരോ എഴുതിയതായോ ചോദിച്ചതായോ എനിക്ക് ഓർമ്മയുണ്ട്. പ്രകാശസ്വരൂപം എങ്ങനെ കാണപ്പെടും, എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും? എല്ലാവരെയും കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു അഭ്യാസം ചെയ്യിച്ചിരുന്നു. എങ്ങനെ തൻ്റെ പ്രകാശ രൂപം നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ച്. നിങ്ങൾ ഞാനിപ്പോൾ പറയുന്നതിനനുസരിച്ച് ചെയ്തുകൊണ്ടേ പോകൂ. നോക്കൂ, മുകളിൽ നിന്നും ആത്മജ്യോതി ഭൃകുടി മധ്യത്തിലേക്ക് വരികയാണ്, പ്രവേശിക്കുകയാണ്. നക്ഷത്രത്തെ പോലെ തിളങ്ങുന്നു പ്രകാശരൂപം. ആത്മാവ് അർത്ഥം എന്താണ്? ലൈറ്റും മൈറ്റും, പ്രകാശവും ശക്തിയും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആ പ്രകാശ നക്ഷത്രത്തെ നമ്മൾ നമ്മുടെ വിരൽ തുമ്പ് ഉപയോഗിച്ച് അതിനെ മസ്തകത്തിൽ മുഴുവനായും ആ പ്രകാശത്തെ നാം പരത്തുകയാണ്. അത് ഒരു പെയിൻറ്റിങ് പോലെ എന്ന് പറയാം, അല്ലെങ്കിൽ തുന്നുന്നത് പോലെ. നമുക്ക് ആ പ്രകാശത്തെ മസ്തകത്തിലേക്ക് മുഴുവനായിട്ടും വ്യാപിപ്പിക്കണം ആദ്യം. പിന്നീട് പതുക്കെ പതുക്കെ മുഖത്തേക്ക് പെയിൻറ്റിങ് ചെയ്യുന്നത് പോലെ പ്രകാശത്തിൻ്റെ. പിന്നീട് പതുക്കെ പതുക്കെ കഴുത്തിലേക്ക് പ്രകാശം വ്യാപിക്കുന്നു. വീണ്ടും ശരീരത്തിലെ ഓരോരോ അവയവത്തിലൂടെയും ആ പ്രകാശം വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ അനുഭൂതി ചെയ്യൂ. ഫരിസ്ത പ്രകാശത്തിൻ്റെ ഒരു ബോഡി, പ്രകാശത്തിൻ്റെ ഒരു ശരീരമുണ്ട് നമുക്ക്, കർമ്മേന്ദ്രിയങ്ങളുണ്ട് നമുക്ക്, ജ്ഞാനേന്ദ്രിയങ്ങളുമുണ്ട്. പ്രകാശത്തിൻ്റെ ഒരു ശരീരത്തെ നിർമ്മിക്കുകയാണ്. വീണ്ടും താഴേക്ക് കാലുകളിലേക്ക് കൊണ്ടുപോകുന്നു പ്രകാശത്തെ. അങ്ങനെ കാൽ വിരൽ വരെ നാം പ്രകാശത്തെ വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ലൈറ്റിൻ്റെ പെയിൻറ്റിങ് ചെയ്യുന്നത് പോലെ. തൻ്റെ പ്രകാശ ശരീരത്തിൻ്റെ ലൈറ്റിൻ്റെ പെയിൻറ്റിങ് ചെയ്യുകയാണെങ്കിൽ ഈ ദേഹത്തിൽ നിന്നും വേറിട്ടതായി അനുഭവപ്പെടാം. നോക്കൂ, ശരീരത്തിൽ വസ്ത്രമുണ്ട്, പക്ഷെ നമുക്ക് തീർത്തും ഒരു ബോധമുണ്ട് ശരീരം വേറെയാണ്, വസ്ത്രം വേറെയാണെന്ന്. അതുകൊണ്ടാണ് നാം വസ്ത്രത്തെ എളുപ്പത്തിൽ ഊരിയെടുക്കുന്നത്. അതേപോലെ ഇത് പ്രകാശത്തിൻ്റെ വസ്ത്രമാണ്, പ്രകാശത്തിൻ്റെ വേഷമാണ്. അങ്ങനെ നാം പ്രകാശ ശരീരമാകുന്ന വസ്ത്രത്തെ അണിഞ്ഞുകൊണ്ട് ആ വസ്ത്രത്തിൻ്റെ ഭൃകുടി മധ്യത്തിൽ നാം സ്ഥിതി ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രകാശ ശരീരത്തിൻ്റെ അനുഭവം പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും, ഭാരരഹിത അവസ്ഥയുടെ. ഇപ്പോൾ നമുക്കിതിന് ശേഷാഭ്യാസം ചെയ്യാം. അപ്പോൾ ബാബ ഇന്ന് അവ്യക്ത സൂചനയിൽ പറയുന്നത് ഇതാണ്: ബ്രഹ്മാബാബയോട് നമുക്ക് സ്നേഹമുണ്ടല്ലോ, എല്ലാവർക്കും സ്നേഹമുണ്ട്, അറിയാം. അങ്ങനെയെങ്കിൽ ബ്രഹ്മാബാബയ്ക്ക് സമാനം ഫരിസ്തയായി മാറണം. ബ്രഹ്മാബാബ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഇങ്ങനെ അനുഭവപ്പെട്ടിരുന്നു. ഈ ദേഹത്തിൽ നിന്നും വേറിട്ടതാണ്, പ്രകാശം കാണപ്പെട്ടിരുന്നു. അതേപോലെ എപ്പോഴും സദാ തൻ്റെ പ്രകാശ ശരീരത്തെ മുന്നിൽ എമർജ് ചെയ്യൂ. തൻ്റെ പ്രകാശ ശരീരത്തെ സ്വയം നമ്മൾ തന്നെ കാണപ്പെടണം. ഈ രീതിയിൽ നമുക്ക് അനുഭവപ്പെടണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഭാവിയെയും കാണപ്പെടാൻ സാധിക്കും. അതായത് ദേവതാ സ്വരൂപത്തെയും കാണണം. പ്രകാശത്തിൻ്റെ കിരീടം, വജ്രവൈഡൂര്യങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ആ ദേവതാ സ്വരൂപത്തെയും നമ്മൾ മുന്നിൽ എമർജ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിലും പ്രഭാവം കാണപ്പെടുക തന്നെ ചെയ്യും. ഈ അഭ്യാസത്തിലൂടെ ഫരിസ്ത സ്വരൂപത്തിൻ്റെയും ദേവതാ സ്വരൂപത്തിൻ്റെയും പ്രഭാവം അനുഭവപ്പെടും. ഈ അഭ്യാസം ചെയ്യുകയാണെങ്കിൽ സ്വയം നമുക്കും അനുഭൂതി ലഭിക്കും, മറ്റുള്ളവർക്ക് നമ്മളിലൂടെ ലഭിക്കും. ഈ ശരീരത്തിൽ നിന്നും വേറിട്ട്
ഫരിസ്താ സ്വരൂപമാകുന്ന പ്രകാശ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം ദേവതാ വസ്ത്രത്തിലേക്കും. ഈ ഒരു അനുഭൂതി സഹജമായി നമുക്ക് തോന്നുന്നുവെങ്കിൽ, അനുഭവപ്പെടുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമ്പൂർണതയുടെ സമീപത്തെത്തി എന്നുള്ളത്. ഇതിലൂടെ എന്ത് സംഭവിക്കും? നമ്മുടെ ദേഹഭാരം ഇല്ലാതാകും. നോക്കൂ, ദേഹഭാരം അത്ര പെട്ടെന്ന് പോകുന്നില്ല. ഏതൊരു കാര്യത്തിൻ്റെ ആണെങ്കിലും, നിങ്ങളുടെ നിറത്തിൻ്റെ ആണെങ്കിലും വസ്ത്രത്തിൻ്റെ ആണെങ്കിലും ഏതിൻ്റെ ആണെങ്കിലും, ഇപ്പോൾ നമുക്ക് ഫരിസ്താ സ്വരൂപത്തിൻ്റെ ഭാരം അനുഭവപ്പെടണം. എത്ര സുന്ദരമാണ്, തിളക്കമുള്ളതാണ്, പ്രകാശത്തിൻ്റേതാണ്. അതേപോലെ ദേവതാ സ്വരൂപം വളരെ റോയലാണ്, പുഞ്ചിരിച്ചുകൊണ്ടുള്ളതാണ്, വരദാനി മൂർത്തിയാണ്. കണ്ണുകളിലൂടെ, നയനങ്ങളിലൂടെ വരദാനം വർഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രഹ്മബാബയിലും കാണപ്പെട്ടിരുന്നത്. ബാബ ഇപ്പോഴും പറയുമായിരുന്നു, എന്നെ ഒരിക്കലും ഒരു വൃദ്ധനായി കാണരുത് എന്ന്. നമ്മൾ ചില സമയത്ത് ബാബയെ സഹായിക്കണം എന്നുള്ളൊരു മനോഭാവത്തോടെ ചിലപ്പോൾ ബാബയുടെ കൈ പിടിക്കും, അല്ലെങ്കിൽ ബാബയെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. പക്ഷെ ബാബയ്ക്ക് അത് താല്പര്യമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ബാബയിൽ ഈ ഒരു അനുഭൂതിയായിരുന്നു, ഞാൻ ഫരിസ്തയാണ്. ഈ ഒരു ബോധമായിരുന്നു. ഞാൻ ഇനി അടുത്ത ജന്മം ശ്രീകൃഷ്ണനെ പോലെ സുന്ദരനായൊരു ബാലകനായി തീരുകയാണ്, വളരെ നല്ല ബാലകൻ. നാളെ തന്നെ ആയിത്തീരുന്നു എന്നാണ് ബാബയുടെ സ്മൃതിയിൽ. അപ്പോൾ ബാബയുടെ മുഖത്ത് പ്രകാശത്തിൻ്റെ സ്വരൂപവും ദേവതാ സ്വരൂപവും കാണപ്പെട്ടിരുന്നു. നോക്കൂ, ശ്രീകൃഷ്ണൻ്റെ മുഖം എത്ര സുന്ദരമാണ്. എല്ലാവർക്കും ആകർഷണം തോന്നും കൃഷ്ണനോട്. പുഞ്ചിരിച്ചുകൊണ്ട്, നമ്മുടെ പക്കലാണെങ്കിൽ കൃഷ്ണൻ്റെ മൂർത്തി മാത്രമല്ലേ ഉള്ളൂ. നിങ്ങളും മുൻപ് മൂർത്തി കണ്ടിട്ടുണ്ടാകുമല്ലോ. ശ്രീകൃഷ്ണൻ്റെ ചിത്രം കാണുമ്പോൾ ചിരിച്ചുകൊണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട് നമ്മെ മാടി വിളിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. അങ്ങനെയല്ലേ? എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കൃഷ്ണൻ്റെ മൂർത്തി നോക്കിയാൽ നമുക്കിങ്ങനെ തോന്നും, എന്താ എന്നെ കൂടാതെ കഴിക്കുന്നത്, എനിക്കും തരൂ എന്ന് പറയണ പോലെ തോന്നും. ഒരിക്കൽ ഞങ്ങൾ ചോക്ലേറ്റ് വെച്ചു കൃഷ്ണൻ്റെ മൂർത്തിക്ക് മുന്നിൽ, അല്ലെങ്കിൽ ബദാം വയ്ക്കും, ശരിക്ക് കഴിക്കുന്നതായിട്ട് തന്നെ അനുഭവപ്പെടും. അങ്ങനെ ഫരിസ്താ സ്വരൂപത്തിൽ നമുക്ക് വരദാനങ്ങൾ മറ്റുള്ളവർക്ക് നൽകാനും സാധിക്കും. അതേപോലെ ദേവതാ സ്വരൂപത്തിലും ഓരോ പ്രകാരത്തിലും നമ്മുടെ നാവിലൂടെ, മുഖത്തിലൂടെ രണ്ട് സ്വരൂപങ്ങളും മാറി മാറി കാണപ്പെടണം. അപ്പോൾ പറയാം ഫരിസ്താസോ ദേവദാസ് സ്വരൂപം. അപ്പോൾ മനസ്സിലാക്കിക്കോളൂ, ആത്മാവ് സമ്പൂർണമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഓം ശാന്തി.